പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവ്ജി ഒടുവിൽ സഹായിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ സുഗമമാകുന്നു. ദേവ്ജിയുടെ വീട്ടിൽ താമസിച്ചു തുടങ്ങുന്ന കൺമണിക്കാകട്ടെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നുമില്ല. ഈ സമയം മാനസ തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. സത്യങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാനസ. ഇതേ തുടർന്ന് മാനസ തിരിച്ചറിയുകയാണ്, ദേവ്ജിയുടെ വീട്ടിലാണ് ഇപ്പോൾ കൺമണി താമസിക്കുന്നത് എന്നുള്ള കാര്യം. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി വന്നിരിക്കുകയാണ് അവൾ. സത്യങ്ങൾ അറിയുക തന്നെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാനസ ദേവ്ജിയോട് എവിടെയാണ് കൺമണി എന്ന് ചോദിക്കുന്നു. കൺമണിയെ കുറിച്ചുള്ള ഒരു വിവരവും എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് കൺമണിയുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ വിഷയമല്ലല്ലോ. ദേവ്ജി വെറുതെ നുണ പറയാൻ നിൽക്കേണ്ട. ദേവ്ജി എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ദേവ്ജി നുണ പറയും തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഓ, നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ വന്ന നീ ഞാൻ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ എന്നെ ധിക്കരിക്കാൻ ശ്രമിച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ദേവ്ജി, എനിക്ക് അവളെ കാണണം. ആ ഒരു ആവശ്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേവ്ജി അതിന് സമ്മതിച്ചേ മതിയാകൂ. ഇല്ല, കൺമണിയെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതോടെ മാനസ വാശി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കൺമണി അവിടേക്ക് ഇറങ്ങി വരുന്നു. എന്താ നിനക്ക് വേണ്ടത്? മാനസ കൺമണിയെ കണ്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടുന്നുവെങ്കിലും കൺമണിയോട്, നീ ഇനി മുതൽ എൻ്റെ ശത്രു തന്നെയാണ്. എൻ്റെ കൃഷിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചത് നീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. നിന്റെ കൃഷ് എൻ്റേതാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. കൃഷ് ഞാൻ പറയുന്നത് പോലെയേ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ നിന്നോട് ഇപ്പോഴേ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട. ഏറ്റുമുട്ടാൻ തയ്യാറായി തന്നെയാണ് ഞാൻ മുന്നിലേക്ക് പോകുന്നത്. കൃഷ് സാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാനില്ല. അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. ഇതോടെ മാനസ, ഞാൻ വെറുതെ വിടുകയില്ല. നിന്നെ എന്ന് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇത് കേൾക്കുന്നത് കൺമണിയെ ഞെട്ടിക്കുന്നുവെങ്കിലും സമാധാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവ്ജി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.